അപ്പോൾ കൂട്ടുകാരെ, ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ ചെയ്യുന്ന പരിപ്പ് കറിയാണ്. നമ്മുടെ വ്യത്യസ്ത രീതിയിൽ അടിപൊളി ടേസ്റ്റോടെ, ടേസ്റ്റിന് ഒരു കുറവുമില്ലാതെ അടിപൊളിയായിട്ടാണ് നമ്മൾ പരിപ്പ് കറി തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ അത് കാണുന്നതിന് മുമ്പ് എന്നും പറഞ്ഞ പോലെ കൂട്ടുകാരെ, നിങ്ങളുടെ സപ്പോർട്ട് വളരെ വിലപ്പെട്ടതാണ്. അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ, ലൈക്ക്. അപ്പോൾ നമ്മളിന്ന് പരിപ്പ് കറി വെക്കാൻ വേണ്ടി നമ്മൾ മേടിച്ചിരിക്കുന്നത് പറഞ്ഞാൽ പിളർപ്പ് പരിപ്പാണ്. ഇത് ഇപ്പോൾ നമുക്ക് കടയിൽ വാങ്ങിക്കാൻ കിട്ടും, അല്ലെങ്കിൽ നമ്മൾ പയർ വാങ്ങിച്ചിട്ട് വറുത്ത് പൊടിക്കാൻ നിൽക്കണം. ഇതിപ്പോൾ നമുക്ക് വറുത്തതാണ്, എന്നാലും നമുക്ക് ഒരു ഇതിനു വേണ്ടി നമുക്കൊന്ന് വറുത്തെടുക്കാം. ഒരു പാൻ വെച്ചിട്ടുണ്ട്, അതിനകത്ത് ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി. ഇപ്പം നമുക്ക് തൊട്ട് നോക്കാം. ഇപ്പം റെഡിയായി വന്നിട്ടുണ്ട്. ഇത് ഓൾറെഡി നമ്മൾ കഴുകി എടുത്ത പയറാണ്, അതുകൊണ്ട് നമ്മളൊന്ന് വറുത്തെടുത്തിട്ടേ ഉള്ളൂ. ഇപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കറിലിട്ട് മാറ്റാം. ഇനി നമുക്കിത് വേവാനായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നമ്മളതിൻ്റെ കുക്കറിൽ വേവിച്ചെടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് കുത്തി ഉടയ്ക്കാം. ഉടഞ്ഞതാ, എന്നാലും നമുക്കൊന്ന് കുത്തി ഉടച്ചു കൊടുക്കാം. ഇനി നമുക്കൊരു അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ നല്ല ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. നമുക്കൊരു ജാറിലോട്ട് മാറ്റാം. ഇനി ഇതിനകത്തോട്ട് നമ്മൾ ഒരു 2 പച്ചമുളക് എടുക്കുന്നുണ്ട്. അതിന് കുറച്ച് നമ്മുടെ വെളുത്തുള്ളി അതിട്ട് കൊടുക്കുക. ഇനി നമ്മൾ അടുത്തിടുന്നതെന്ന് പറഞ്ഞാൽ ചെറിയ ജീരകമാണ്, അത് കുറച്ചിട്ട് കൊടുക്കുക. ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇപ്പം നമ്മളതിൻ്റെ അരപ്പ് അരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ വലുതായിട്ടൊന്നും അരച്ചിട്ടില്ല, ഒന്ന് ക്രഷ് ചെയ്ത് കറക്കി എടുത്ത് മാത്രമേ ഉള്ളൂ. ഇനി ഇതങ്ങോട്ട് മാറ്റി വെക്കുക. അടുത്ത് നമ്മളതിൻ്റെ ഒരു കടായി വെച്ചിട്ടുണ്ട്. അത് ചൂടാകുമ്പോഴത്തേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം, കരിയാപ്പിലയും കൊണ്ട്. ഇനി നമ്മളിപ്പോൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പുണ്ടല്ലോ, അതിനകത്തോട്ട് ഒന്ന് എണ്ണയ്ക്കകത്ത് ഒന്ന് വഴറ്റിയെടുക്കും. ഇനി നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ആ ജാറിനകത്ത് തന്നെ വെള്ളം എടുത്തിട്ടുണ്ട്, അത് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് പാകത്തിനനുസരിച്ചുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. മിക്സ് ചെയ്തെടുക്കാം നമുക്കെല്ലാം. ഇനി നമുക്ക് വേവിച്ചിരിക്കുന്ന പയറുണ്ടല്ലോ, അത് നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് ഇട്ടൊന്ന് ഉടച്ച് എടുക്കാം. ഇപ്പൊ നമ്മളതെല്ലാം ഉടച്ചെടുത്തിട്ടുണ്ട്. ഈ സമയത്തൊക്കെ നമ്മൾ തീ ലോ ഫ്ലെയിമിലായിരിക്കണം, നമുക്ക് തിളച്ചങ്ങ് പോകാൻ പാടില്ല. ഇതിനകത്തോട്ട് നമ്മൾ കുറച്ച് കരിയാപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. കരിയാപ്പില വേണമെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇനി നമ്മൾ ലാസ്റ്റ് ആയിട്ട് ഇതിനകത്ത് ചേർക്കുന്നത് പറഞ്ഞാൽ കുറച്ച് നെയ്യും കൂടെ നമ്മൾ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എങ്കിലേ ഒരു ടേസ്റ്റ് വേറെ ലെവലായി കിട്ടത്തുള്ളൂ. എന്നിട്ടൊന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കും. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പരിപ്പ് കറി ഇതാണ്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എളുപ്പത്തിലൊരു പരിപ്പ് കറിയാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. ഏകദേശം ഈ കല്യാണ വീട്ടിലെ പരിപ്പ് കറി ഏകദേശം ഇതേ മോഡലൊക്കെ തന്നെ ഇരിക്കുന്നത്. ഇത് ഞങ്ങൾക്ക് ചെയ്ത കൂട്ടുകാരെ എടുക്കുമായിരിക്കും, അടിപൊളിയായിരിക്കും.